രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് നല്ല കിട്ടിലൊരു പണി അങ്ങോട്ട് കിട്ടി കേട്ടോ. എനിക്കാണെങ്കിൽ മഹാ ഇതുക്കേടാണ് ഈ പാലും ചായയൊക്കെ തിളച്ച് വീഴല്ലേ. പിന്നെ അതങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് അടുത്ത ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലോട്ട് അങ്ങോട്ട് കിടന്നു കേട്ടോ. ഇന്ന് മീൻ കിട്ടിയിട്ടുള്ളത് പൊന്നാരനായിരുന്നു. ഇതാണെങ്കിൽ എനിക്ക് കട്ട് ചെയ്യാനായിട്ട് നല്ല പേടിയാണ് കേട്ടോ. കയ്യിൽ എപ്പം കാണാനും മുള്ള് കൊണ്ട് കയറാം. അപ്പോൾ ഇന്നേയും കത്രിക വെച്ചിട്ട് മുള്ളൊക്കെ ഇങ്ങനെ ഇറക്കി കളഞ്ഞിട്ടാണ് കേട്ടോ മീൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് പുളിമുളകുമാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മീൻ കുറവായതുകൊണ്ട് 3 എണ്ണം മാത്രമേ വറുക്കാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പുറത്ത് എടുക്കുന്ന മീൻ ഏതാണെന്ന് എനിക്കറിയത്തില്ല, അധികം കിട്ടിയതാണ് കേട്ടോ. അതും കൂടെ ഞാൻ എടുത്തങ്ങ് വറുക്കാൻ വെച്ചു. പിന്നെ ദാണ്ട കറി അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ മീനൊക്കെ ഇട്ട് കൊടുത്തു. മസാല ചേർത്തിട്ട് കുറച്ച് നേരം ഞാൻ മാറ്റി വെച്ചിട്ടോ, നല്ലതുപോലെ അങ്ങോട്ട് പിടിച്ച് സെറ്റ് ആവട്ടെ എന്ന് കരുതി. പിന്നെ കോവയ്ക്ക ഉണ്ടായിരുന്നു ഇന്ന് മെഴുക്ക് പുരട്ടിക്ക്. അപ്പോൾ ഞാൻ ഇന്ന് റൗണ്ടിന് കോവയ്ക്ക കട്ട് ചെയ്യാമെന്ന് വെച്ചേട്ടോ. കുറച്ച് നാളായി റൗണ്ടിന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട്. അപ്പോൾ ദാണ്ടെ മീൻകറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കോവയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കറി ഇങ്ങനെ. എന്നാലും സ്പൂൺ ഇട്ടാലും മീൻ പൊടിഞ്ഞു പോകുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും പൊടിഞ്ഞൊന്നും ഇല്ലായിരുന്നേ. പിന്നെ ദാണ്ടെ മീൻ അങ്ങോട്ട് വറുക്കാനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസ് ആണെങ്കിൽ ഒരു വശത്തോട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ മൊത്തം ഇപ്പുറത്ത് സൈഡിലോട്ട് ഇങ്ങനെ വന്ന് കിടക്കാറുണ്ട്. പിന്നെ ഞാനത് നേരെയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീനും വറുക്കാനിട്ടിട്ട് ആ സമയം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കോവയ്ക്ക കട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോവയ്ക്കയും സവാളയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് റൗണ്ടിന് അരിഞ്ഞിട്ടാണ് ഞാൻ മെഴുക്ക് പുരട്ടി വെക്കുന്നത് കേട്ടോ. അപ്പം ദാണ്ട് കോവയ്ക്കൊക്കെ ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി കടുക് പൊടിച്ചപ്പോൾ കോവയ്ക്കും ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നേരം അടച്ച് ആവിയിൽ വേവിച്ച ശേഷമാണ് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നത്. മുൻപ് അങ്ങനെയല്ലായിരുന്നു. മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ടാണ് വെക്കുന്നത്. ഇന്ന് ഞാൻ ഇങ്ങനെ വെച്ചാണ് കേട്ടോ. ഇങ്ങനെ വെച്ചാലും ടേസ്റ്റൊക്കെ ഒന്ന് തന്നെ. എങ്കിലും എനിക്ക് നീളത്തിലരിഞ്ഞ് വെക്കുന്നതാണ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇതൊക്കെയായിരുന്നു. ടാറ്റാ.